ദൈവമേ, കുറഞ്ഞതൊരു 10 തലയെങ്കിലും കിട്ടണേ ദൈവമേ, കാത്തുള്ളണേ. അണ്ണാ 10 തല കിട്ടണമെങ്കിൽ അണ്ണന് രാവണനെ കിട്ടണം. രാവിലെ വലിയ കുഴപ്പം തന്നെ. നീ എന്നാ ആക്കറിഞ്ഞിരിക്കണേ രാവിലെ? കുടിയോട്ടം വന്ന തന്നെ. ഓ കയറി ഇരി ഇരി. അല്ലായിരുന്നു അണ്ണ താണ്ട ഇതുപോലെ ആക്കി തരണേ അണ്ണ. ഏതാ താണ്ട ഈ പടത്തിൽ കാണുന്ന തീമളപ്പ് ഇതുപോലെ ആവണം, ഇനി ചാവണം കേട്ടോ. അരെ ഇരി അങ്ങോട്ട്. ഏത് മോഡലാണ് നിനക്ക്? അപ്പാച്ചി. ആരപ്പച്ചി? അപ്പാച്ചി അപ്പാച്ചി മോഡൽ. അപ്പാച്ചി ആ അങ്ങനെ പറ. അണ്ണാ ഓ സാധാരണ ഇത് വെള്ള തുണിയല്ലേ അണ്ണ ഈ കടയിൽ ഇടുന്നത്? സാധാരണ വെള്ള തുണിയല്ലേ ഈ കടയിൽ ഇടുന്നത്? നീ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ തിരിച്ചു പറയണ എന്തിനാണ് നീ വിചാരിക്കും? ഇത് കണ്ടിച്ചെണ്ടിച്ച് വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്നൊക്കെ എറ്റിട്ട് വീണ ചോര വീണാണ് ആയെന്ന്. അല്ല, ഇത് ചുവന്ന തുണി തന്നെയാണ്. അയ്യോ തോന്നണ കാണാനൊന്നും ഇല്ലല്ലേ? ഓ ഞാൻ ഇവിടെയൊക്കെ തന്നെ വാടേ വാടേ വാടേ. അണ്ണാ നിങ്ങൾ ഈ സാധാരണ എന്തിനാണ് ചുമ്മാ അടിക്കണത്? അടിക്കണ വേറെ ഒന്നിനും അല്ല. സംഭവം നമ്മൾ കത്തി കൊണ്ടുള്ള കളിയാണ്. ഒരു പക്ഷേ അവത്താവശ്യ വാക്കെല്ലാം കൊണ്ടു കഴിഞ്ഞാൽ ബോധം കിടമ്പോഴത്തേക്ക് ഇതെടുത്ത് വെച്ച് അടിക്കാം. അപ്പോൾ പെട്ടെന്ന് ബോധം വരും. പിന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാകും, അത് കുടിക്കുകയും ചെയ്യാം. മനസ്സിലായി? ഞാൻ പോകണം. ഇരുന്ന ഞാൻ ചുമ്മാ പറഞ്ഞേ ഇരുന്നോ അങ്ങനെയൊക്കെ നോക്കിയാ. പിന്നെ ഒരു സാധനം ഇവിടെ വെച്ചാൽ കാണത്തില്ലടാ. ഇതൊന്നാ എന്റെ സിസർ കണ്ടില്ലടാ. അണ്ണാ വിൽസൊക്കെ വേണമെങ്കിൽ ഞാൻ തരണം. എന്റെ അതല്ലേ കത്രിയ. ഇംഗ്ലീഷൊക്കെ പഠിച്ചല്ലേ? ഇംഗ്ലീഷ് ഞാൻ കുറച്ചാൾ മറ്റേ ചൈനയിലായിരുന്നു. ആ സംഭവം തന്നെ കടന്നൂടെ? ഇല്ലണ്ണ, ഒരു 10-12 കൊല്ലം ചൈനയിലായിരുന്നു. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ കിടിലാണ് കേട്ടോ. എനിക്ക് അവിടെ കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറെ മലയാളികളുണ്ട് കേട്ടോ. ബാലയണ്ണെന്ന് വിളിച്ചാൽ എന്നെ വിളിച്ചു തീർക്കൂല, ബാന്നേ വിളിക്കൂ. ഉറക്കെ പറയണ എന്തെങ്കിലും പറയണേ, കേക്കണ്ടേ? അപ്പം ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു കക്ഷി ഒരു മലയാളി ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞു, അണ്ണാ നിങ്ങൾ ജംഗ്ഷൻ വരെ വരണം, അവിടെ ഭയങ്കര വിഷയം നടക്കണം. അപ്പൊ എനിക്ക് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ. കാരണം ഈ പയ്യൻ ഭയങ്കര സ്നേഹമാണ്. ഞാൻ അവിടെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ജംഗ്ഷനിൽ നിന്ന് ഭയങ്കര അംഗം. അയ്യോ, അപ്പൊ യമരനെ ഇങ്ങനെ കൂടി നോക്കേണ്. പറഞ്ഞു ബാലയെണ്ണ ഇറങ്ങണം, ബാലയെണ്ണ ഇറങ്ങണം, ബാലയെണ്ണ ഇറങ്ങണം. പിന്നെ നമുക്കവിടെ നോക്കാൻ പറ്റില്ലല്ലോ. സംഭവം ഞാൻ ചാടി അങ്ങ് ഇറങ്ങി. ഒരു ഞരുന്ത് പയ്യെ ഭയങ്കര അംഗം ഇറങ്ങി പറയുന്നടാ, ആരുണ്ട്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചാടി അങ്ങ് ചെന്ന് ഒരൊറ്റ അടി കാമെന്നൊരൊറ്റ വീഴക്കം. ആരാണ്? പുള്ളി എന്നെ അടിച്ച്. ഞാൻ കവന്ന് വീണ്. നിങ്ങളടിച്ചു? ഓ, ഞാൻ ചാടി കഴിഞ്ഞിട്ട് പുള്ളിക്കാണ്ട് തോളിലൊട്ട് പിടി അങ്ങ് പിടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, നമ്മൾ രണ്ടുപേരെ അടിക്കാറുണ്ടോന്ന് ചോദിച്ചു. ഒരൊറ്റ കുഞ്ഞവിടെ ചലിച്ചില്ലല്ലേ. പിന്നെ നമ്മളൊരു കമ്പനിയായി അവനെ വിളിച്ചോണ്ട് യവൻ മുടിയൊക്കെ വളർത്തിങ്ങനെ ഇട്ട് കേട്ടാ. ഞാൻ അവസാനം കൊണ്ടുവന്ന് കട്ടിയിലൊക്കെ റെഡിയാക്കി. ആരാണ്? ബ്രൂസ്ലി. അണ്ണാ നിങ്ങൾ എന്തിനാണ് ഇതുപോലെ വൃത്തികെട്ടായി പടങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപിടിച്ച് വെക്കണം? പെണ്ണുങ്ങളൊക്കെ കൊച്ചുങ്ങളെ കൊണ്ട് വരണല്ലേ? സംഭവം നീ പറഞ്ഞ നോക്കാൻ ഞാൻ സമ്മതിക്കുന്നു. നിന്നെ പോലുള്ള പയ്യന്മാർക്ക് വേണ്ടിയാണ് ഇത് ഒട്ടിച്ചേക്കണം. ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളെ മുടിയൊക്കെ ഇങ്ങനെ എണീറ്റ് വരും. അപ്പം എനിക്ക് കട്ട് ചെയ്യാൻ നല്ല എളുപ്പം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളു കേസ്. ഹലോ, എന്തോടാ? തുമ്പൊന്ന് വെട്ടണം കേട്ടോ. എൻ്റെ പേരെന്തോന്നു? മുഹമ്മദ്. നീ ആളെ കഴിയുമ്പോൾ ഇപ്പൊ തിരക്ക് കേട്ടോ. എന്തോന്നാ ഒരുമാതിരി ആസാക്കുന്ന കാലത്ത്? എന്തോടാ കാലത്ത് തന്നെ എന്താണ് ആസാക്കി സംസാരിക്കുന്ന ഒരുമാതിരി? നിങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മളെ കടയിൽ നടത്തിയില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്റെ കുടുംബ വീടല്ല. ഇല്ല, പൗഡറൊക്കെ എടുത്ത് അങ്ങ് തട്ടിയും കിടാൻ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കാണ് ഇതൊക്കെ. പൗഡർ അല്ലണ്ണ, മുഖത്തല്ലേ ഇടുന്ന പൗഡർ എത്തി. നിന്റെ മുഖം കഷത്താണ് ഇരിക്കുന്നത്. എന്തൊരു കഷ്ടം എന്ന് പറയുന്നത്. എല്ലാമാരും ഇങ്ങോട്ടാണല്ലേ വന്ന് കയറുന്നത്. പിള്ളേരല്ലേ കളയും. നമസ്കാരം. നമസ്കാരം. തിരക്കുണ്ടോ? തിരക്കുണ്ട് സാർ. ഓക്കെ, എന്ന് ഞാൻ പിന്നെ വരാം. സാറേ ഇല്ല, ഞാൻ ക്ഷമയുള്ള മനുഷ്യനാ, ഞാൻ പിന്നെ വരാം. കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. ഓക്കെ കാണാം. ശരി. വന്നായിരുന്നേ കുറെ പൈസ കിട്ടിയല്ലേ? എന്നെ പോലെയൊക്കെയുള്ള വേട്ടാളികൾ വരുന്ന കറക്റ്റ് പൈസയും തരൂല. ഇപ്പം 10 പൈസ കിട്ടുന്ന നിങ്ങൾ വെട്ടി അങ്ങോട്ട്. എനിക്ക് കല്യാണത്തിന് എടാ പിന്നെ നീ ഇത് എന്താ പരിപാടിക്കൊക്കെ എന്തോ പരിപാടിക്കൊക്കെ പോകണം പറഞ്ഞു. എന്തോ കോമഡിയിൽ പോ. നിങ്ങൾ കണ്ടില്ലേ മറ്റേ കോമഡി എന്തൊരു മസാല? കോമഡി മസാല മറ്റേ അമൃത ടിവിയിലെ പരിപാടിക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശരി എടാ, പിന്നെ അതില് മറ്റേ പിന്നെ നെൽസനും മറ്റേ വേറെ കക്ഷിയുടെ പുള്ളിയുടെ പേര് ഞാൻ പറയാം, പന്തളം ഉല്ലാസം. നിന്റെ അടുത്ത് മിണ്ടൊക്കെ ചെയ്യോടാ? അവര് ഭയങ്കര കാര്യമില്ല. ഭയങ്കര നല്ല മനുഷ്യരാണ്. ജാടയൊന്നും ഇല്ല അല്ലേ? ജാടയൊന്നുമില്ല, പഞ്ചഭാവങ്ങളിൽ അടിപൊളി നല്ല കാര്യം നമ്മുടെ അടുത്ത്. നീ എത്ര ജാട കാണിച്ചാലും നമ്മളെ മുമ്പ് തല കുരിച്ചേക്കൂ, അത് വേറെ കേസ്. അതെന്താണ്?
മുടി കെട്ടാൻ വന്നാൽ തലവ് ഞാൻ ജയിക്കുമല്ലോ നമ്മൾ പറയണ അങ്ങോട്ട് ഞാൻ തിരികെ മതി അങ്ങനെ എന്തൊരു പിന്നെ വേറൊരു പെങ്കൊച്ചുണ്ടല്ലോ മറ്റേ അതിൽ അനൗൺസ്മെന്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത് അത് അശ്വതി. അശ്വതി അയ്യോ നമ്മളെ അച്ചുകുട്ടിന്നാണ് വിളിക്കുന്നത് നമ്മളെ കുടുംബ വീടിനടുത്തല്ലേ അവർ ആദ്യം താമസിച്ചോണ്ടിരുന്നത്. അതെങ്ങനെ ശരിയാവും? അത് ദുബായിലും കണ്ടല്ലേ? അതൊക്കെ അവർ പൈസ കിട്ടിയ ശേഷം പോയതല്ലേ. ഈ പെങ്കൊച്ച നമ്മളെ വീട്ടിൽ കിടന്ന് വളർന്നതല്ലേ. പിന്നെ ഞാൻ എടുത്തോണ്ട് നടന്നതല്ലേ. ഈ പെണ്ണ് മുടി അന്ന് ഈ മുടിയൊക്കെ ഇങ്ങനെ താട് കണക്ക് വളർത്തി ഞാനല്ലേ സ്ട്രെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. ഇപ്പൊ നമ്മള് ചോദിച്ചാ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും പണി തുടങ്ങി കേട്ടാ. ഇവനെ നോക്കിയപ്പോൾ ഒന്നുകൂടെ വരുമോ? ഈ പെമ്പിള്ളേരെ കാണുമ്പോൾ അവന് ചെറിയ കിരീരിപ്പുണ്ട്. അവന് ചെറിയ മുട്ടം പണി ഞാൻ കൊടുക്കും. നായ്ക്കുറാണിപ്പൊടി. നായ്ക്കുറാണിപ്പൊടിയില്ലേ? നായ്ക്കുറാണിപ്പൊടി അങ്ങനെയല്ലേ പറയണ അതിന്? അങ്ങനെ പറയണം. എങ്കിൽ അത് തന്നെ അവിടെ ഇരിക്കട്ടെ. എന്നാ സംഭവം വെട്ടണ്ടേടാ? വെട്ടണ എന്തെങ്കിലും പറയാം. എടാ പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞതാ. ചോദിരണ എന്ത് സംഭവം എന്തോ പറയാൻ വന്നു ഞാനതങ്ങ് മറന്നു കേട്ടെ. ഞാൻ രക്ഷപ്പെടാത്ത സിനിമയിലൊക്കെ. ആ അത് തന്നെ നിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ എടാ നീ എല്ലാവരും മ്യൂക്രിയിലൊക്കെ പോയി സിനിമയിലൊക്കെ ആയി. നീ എന്താടാ സിനിമയിലൊന്നും ആവാത്തത്? എന്നാ ഞാനിങ്ങനെ കുറെ ഓഡീഷനെ കുറെ പോയി. എന്താണെന്ന് അറിയാൻ വയ്യ, ക്ലച്ച് പിടിക്കണില്ല. നല്ല കഴിവില്ലെന്ന് പറയരുത് നീ കേട്ടാ. അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നീ കൊച്ചായി പോണെങ്കിലാ കേട്ടാ. നിങ്ങൾ അങ്ങോട്ട് വെട്ടണമെങ്കിൽ വെട്ടി. എന്താ എന്ത് പൗഡർ വേണോ? എടുത്തോ. മറ്റേത് തീർന്നടാ. അത് തട്ടിയിട്ട് തന്നെ എടുത്തോ. ഏത് കമ്പനി? ഓ കമ്പനി അറിഞ്ഞാലേ നീ ഇടോളാ. പിന്നെ നമ്മള് സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പോലുള്ളവന്മാർക്ക് വേണ്ടി കൂറ കുട്ടിക്കൂറ അതാണ്. ഏത് കൂറയായാലും പണി ചെയ്യണ്ട അങ്ങോട്ട്. ഏതാ നല്ല കമ്പനി കേട്ടോ. കുറച്ചുകൂടെ വേണമെങ്കിൽ തട്ടിയിട്ടോടാ. മണമൊന്നും ഇല്ലല്ലോ. എന്താണ് നല്ല മണമാണോ? ഗ്ലാമർ ആയല്ലേ? ആ ടിന്നി വെച്ചേക്കണ്ട. കള എടുത്തിട്ടും കളഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞ സ്ഥിതിക്ക് എന്തിനാ മറ്റേ പൗഡർ ഇല്ലേ? ഇത് തന്നെ ഒരുമാതിരി വല്ലാത്ത ഒരു അസ്വസ്ഥത. കുളിക്കണം. അസ്വസ്ഥത വരും. രാവിലേക്ക് അടിച്ചെടുത്ത് കുളിക്കണം. 3 നേരം കുളിക്കുന്നുണ്ട്. ഇതെന്തോ പൗഡറിന്റെ എന്തോ കംപ്ലൈന്റ്. പൗഡറിന്റെ എന്തോ കംപ്ലൈന്റ്. പൗഡറിന്റെ എന്തോ കംപ്ലൈന്റ് ആണ്. പൗഡറിന്റെ എന്തോ കംപ്ലൈന്റ് ആണ്. ഞാനിപ്പോ എന്ത് വേണം? ഇത് എന്റെ കുഴപ്പമല്ല അണ്ണാ. പിന്നത്തെ എന്റെ കുഴപ്പമോ? അണ്ണ ഇത് എന്തെന്നാ ഇപ്പൊ എന്തൊരു പറയണത്? അണ്ണ എന്തോ കുഴപ്പമുണ്ട്. എടാ ഇറങ്ങി പോടാ. ഒന്ന് ഇറങ്ങി പോ. അണ്ണാ ഞാൻ പിന്നെ വരാം. എനിക്ക് പിന്നെ വന്നാലും മതി. ആരെങ്കിലും തിരക്കി വന്നാ പറയണേ. പാവപ്പെട്ട ചെറുക്കാ പെണ്ണിനെ കാണാൻ വന്നത് നിങ്ങൾ എന്തിനാണ്? അണ്ണാ പിന്നെ ഇവിടെ ഒരു പയ്യ ഉണ്ടായിരുന്നില്ല, അവൻ ഇവിടെ പോയണ? അണ്ണ അതാ മറ്റേ അവന്റെ കാര്യം പറയാത്തത്. അവൻ ഒരു ദിവസം ഇവിടെ പണിക്ക് വന്നു. ഞാൻ പറഞ്ഞു നിന്നോന്ന് പറഞ്ഞു. നമ്മുടെ അനിയൻ പയ്യൻ തന്നെ വന്നപ്പോഴത്തേക്ക് ഇവൻ എല്ലാവരും പരാതി. ഇവൻ ഇങ്ങനെ ഷേവ് ചെയ്യുന്ന സമയത്ത് മുറിയോടാ. ഈ മുറിഞ്ഞപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്തല്ലേ പരാതി കയറുള്ളൂ. പിന്നെ നിങ്ങളല്ലേ ഇവിടുത്തെ മുതലാളി, അപ്പോൾ നിങ്ങളുടെ പരാതി പറയും. അപ്പോൾ ഞാൻ പറയും അത് നോക്കി ഷേവ് ചെയ്യണം. അപ്പം ഇനി മുറിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുറിവിന് 50 രൂപ വെച്ച് മേടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഷേവിങ്ങിന് ആൾ വന്നപ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ ഷേവ് ചെയ്ത് ഇവിടെ ഒരു മുറിവ്. അപ്പം ഞാൻ പറഞ്ഞ് 50 രൂപ പിടിക്കുവേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു മുറിവ്. അപ്പം രണ്ടാമത്തെ മുറിവ് ഞാൻ പറഞ്ഞു 100 രൂപ പിടിക്കുവേ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവൻ ഇത് രണ്ടും കൂടെ അങ്ങ് ഒന്നായി 50 രൂപ കുറഞ്ഞിട്ടാൻ വേണ്ടി ലാഭം നോക്കിയത്. പക്ഷെ ലാഭത്തിൽ എനിക്ക് എന്ത് പറ്റി? 25,000 രൂപ ഇവിടെ മൊത്തം സ്റ്റിച്ച് ഇടേണ്ടി വന്നടാ. ഞാൻ പറഞ്ഞു ഓടിക്കളാൻ പറഞ്ഞു ഇവിടെ നിൽക്കല്ലോ എന്ന് പറഞ്ഞു. ഓടിത്തള്ളിയോ വൈ. അങ്ങനെയുള്ള നിങ്ങളെ വീട്ടിൽ പുതിയ പശുവിനെ അടിച്ചാണ്? ഇല്ല. എന്ത് മറ്റേ വക്കോലി വണ്ടി വന്നിരിക്കണം. ഹലോ എന്താ? എനിക്കൊന്ന് മുടി വെട്ടണമായിരുന്നു. അതല്ല. ഹലോ എടി ഞാനാണ്ടി പറ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ മരത്തില്ലേ? ഒരു അടങ്കൽ പണിയുണ്ട്. ഓ വൈകിട്ട് ഒരു 7:30 മണിയാവുന്നു. ഇത് കണ്ടിട്ട് നമുക്ക് കുറേ ഏരിയ ഉണ്ട്. ഒരു 7:30 മണിയാകുമ്പോൾ ഞാൻ എത്തും കേട്ടാ. നിന്റെ അനി എവിടെ ഉണ്ടാടി? വെറുതെ കഴിക്കുകയാണെങ്കിൽ അവൻ്റെ അടുത്തൂടെ ഇങ്ങോട്ട് വരാൻ പറയും. മറ്റല്ല ചെടിയെ കൊട്ടുന്ന കത്രി ഉണ്ടല്ലോ അതും കൂടെ എടുത്തോളാൻ പറയും. മമ്മട്ടിയില്ലല്ലേ? ഊരി കിടക്കും. നിങ്ങളവിടെ ഉണ്ടോ മമ്മട്ടി? നമ്മളവിടെ ഇല്ലട്ടോ മമ്മട്ടിയില്ല. പിന്നെ കുഴപ്പമില്ല. ശരി വെച്ചോ. ശരി ഇത് മാറിക്കൊട. അണ്ണാ എൻ്റെ നീ ഇവിടെ ഉള്ളതല്ലടാ പറഞ്ഞു വിടട്ട്. പിന്നെ ഇരിക്കണ്ണ കയറിയിരിക്കും. പാതുക്ക കയറിയിരിക്കും. കുടഞ്ഞൊന്നുവിടല്ലേ അണ്ണാ? അണ്ണാ നിങ്ങൾ പിന്നെ ഈ ജനിച്ചപ്പോഴേ മുടി വെട്ടൊക്കെ ഇല്ലേ? അങ്ങനെയല്ല, മുടിയൊക്കെ വെട്ടാറുണ്ട്. പിന്നെ പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. അത് ശരി.
അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഇന്നൊരു കുട്ടി ഉണ്ടായതിന് ശേഷം മാത്രമേ മുടി വെട്ടുമെന്നൊരു ശബ്ദം ചെയ്തു. അത് ശരി. ആ അങ്ങനെ കാശി, രാമേശ്വരം, പളനി, കന്യാകുമാരിയൊക്കെ പോയി ഒരു 5-6 വർഷം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 7 പിള്ളേർ. ആ അങ്ങനെ അങ്ങനെ വെട്ടാൻ വേണ്ടി- വെട്ടി വെട്ടാൻ വേണ്ടി വൃത്തിയാക്കാൻ വന്നതാണ്. വേണ്ടി വന്നതാണ്. മഹാഭാഗ്യം. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ പുള്ളിക്കാരൻ. ശരി. ആ നീടെ പേര് ഞാനിവിടെ വേണേ സഹായിക്കാം. ഓ അത് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണം. സഹായം വേണ്ടി വരും. പെട്ടെന്നാവട്ടെ. ഇത് സംഭവം ആ, ആ. എവിടെ നിന്ന് തുടങ്ങട്ടെന്നാണ് ഞാൻ ആലോചിക്കണം. ഈ സൈഡിൽ തുടങ്ങും. ഇവിടെ നല്ല വാക്കുണ്ട്. അവിടെ തുടങ്ങാം അല്ലേ? അവിടെ നല്ല 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 സ്പേസ് ഉണ്ട്. അവിടെ ഇല്ലടാ, വേറെ സംഭവം ഉണ്ട്. ഇപ്പൊ ഇത് വേറെ ഇവിടെ ഞാൻ ഇങ്ങോട്ട് കൊടുത്ത് മാറ്റി വെച്ച് ഇല്ല ചെറുക്കനെ കാരണം ഇതൊക്കെ എല്ലാം നമ്മളെ തോളിലല്ലേ വന്ന് കയറണത്. ആ, ആ, ആ. അണ്ണാ ഉം. സാധാരണ മുടിവെട്ട് കഴിഞ്ഞിട്ടല്ലേ പൗഡർ കഴിക്കണത്? നിന്ന് വെട്ടണ അന്താരാഷ്ട്ര നാറ്റോടാ. എന്തൊക്കെയാണ് ഉടക്കിയടാ ഇതിനകത്ത്. നേരെ പിടിച്ചോ ചെയ്യണ്ടേ? അത് പിടിക്കുമ്പോ കറക്റ്റ് പിടിക്കണം. അത് ഇങ്ങനെ പിടിച്ചാൽ വരില്ല. അത് ഇങ്ങനെ പിടിച്ചാൽ കത്രി അതിനകത്ത് തിരിച്ചു പിടിക്കണ. നീ കത്രയും കൂടെ അതിനകത്ത് കുരുക്കാ. നിങ്ങൾ മൊത്തം കുരുക്കി. ആണ്ടും കുരിക്കുക. അങ്ങനെയല്ല അത് കറക്റ്റ്. നീ ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങനെ പിടിച്ചേക്കാം. 7 മണിക്കെങ്കിലും തീരണം. നീ അങ്ങനെ വെച്ചോണ്ടില്ലേ? അല്ലെങ്കിൽ ഇവിടെ നിന്ന സമയം ഞാൻ ഇവിടെ നിന്ന് വെട്ടി വരാം. നീ നിങ്ങൾ ആ സൈഡിൽ നിന്ന് വെട്ടി വാ. ഇപ്പുറം വശം വെട്ടി വരാം. റെഡിയാക്കാം. കുറെ മുടിയായിട്ട് ഞാൻ മാറുവോ? വരും. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഇല്ല നില്ല 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 നമ്മളെ ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ട് ബാക്കി വെക്കാം. അയ്യോ പാമ്പ് എന്റെ ജീപ്പിനെ കൊണ്ട് ഓടിയായിരുന്നു പാമ്പും. കുറെ പാമ്പിനായിട്ട് എന്റെ പൊന്നെ ഇതിനൊക്കെ എന്തോ കഷ്ടമെന്ന് പറയാനെന്നറിയാൻ വയ്യല്ല. അയ്യോ പറഞ്ഞു ഇതിനൊക്കെ എല്ലാം വരണം. അണ്ണാ നിങ്ങൾക്ക് നേരത്തെ ഒന്നുകൂടായിരുന്നു. വീണ്ടും തിരക്കുണ്ടല്ലേ? അല്ല തിരക്ക് സാർ ഇരുന്നാ മതി, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാൻ വന്നപ്പോഴേ പുള്ളി ഇവിടെ ഇരിക്കുകയാണല്ലോ. കഴിച്ച് പോറായില്ലേ? കഴിഞ്ഞില്ല, സംഭവം കഴിഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ വരാം. അല്ല മനസ്സിലാക്കൂ, ഞാൻ ക്ഷമയുള്ള മനുഷ്യനാണ്. ഞാൻ പിന്നെ വരാം. ഓക്കെ ശരി. ആയിക്കോട്ടെ. നല്ല മനുഷ്യല്ലേ? നല്ല മനുഷ്യൻ. പക്ഷെ എന്റെ കാര്യം നടന്നില്ലല്ലേ? എന്റെ എനിക്ക് പോകണം. എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട്. ഡബ്ല്യു പറയല്ലേ? പപ്പയണ്ണനാണ് പപ്പയണ്ണൻ. ജയിലിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും പറയുന്നത് കേട്ടാ കൊല്ലും. 3 എണ്ണത്തിനെ ഒറ്റയടിക്ക് ഒന്നാണ്. ചുമ്മാ മിണ്ടിപ്പോരുത്. പപ്പേണ്ണ എന്തെന്നാ ബാക്കൊന്ന് ഇറക്കണം. ഇത്ര ഇറങ്ങിയത് പോരെ, ഇനി ഇറങ്ങണം. അണ്ണ ഇനി ഇല്ല ഒന്നുമില്ല. അണ്ണ ഇരുന്നു. അണ്ണൻ പരവളിന് ഇറങ്ങിയാ അതെ അവിടെ നിന്ന് വിട്ടാ അണ്ണ. ഞാൻ ഇറങ്ങിയതാ മറ്റേ സാധനം കരോള്. അണ്ണ പയ്യനേതാ? അത് നമ്മളെ വേണ്ടപ്പെട്ട പയ്യനാണ്. മുടി വെട്ടാൻ വന്ന അവൻ പിന്നെ വെട്ടിക്കോളും. അണ്ണ ഒന്ന് കട്ടിങ് ഷേവ് ഒന്ന് ഷേവ് ചെയ്താൽ മതി. ഓ ശരിയാണ്. ശരി ശരി. അണ്ണ ഇരുന്നു. അണ്ണ ഇരുന്നു. അണ്ണ കാലം എടുത്ത ഞാൻ മറ്റേ അത് മറ്റേ അല്ല ഞാൻ അപ്പുറത്ത് വന്നിട്ടുള്ളൂ. മൂടട്ടെ അണ്ണ. എന്നെ മൂടാൻ പോകണ്ട. അയ്യോ ഇതിലെ പതയൊക്കെ ഇത് വേണ്ട, അതുകൊണ്ടാ. ദേഹത്ത് ടച്ച് ചെയ്യലും. ദേഹത്ത് ടച്ച് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? സ്വഭാവം ഇല്ല ഇല്ല ദേഹത്ത് തൊടുന്നില്ല. അല്ല ഇല്ല 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 ഷേവിംഗ് അല്ലേ അണ്ണ? ഷേവിംഗ് ആണ്. ഈ കത്തി അങ്ങോട്ട് ഇതോ. കത്തി അങ്ങോട്ട്. ദേഹത്ത് ടച്ച് ഇല്ല ചെയ്യല്. ഇല്ല 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 തൊടുന്നില്ല. ദേഹത്ത് ടച്ച് ചെയ്യലെന്ന് ഞാൻ പറഞ്ഞില്ല. ടച്ച് ചെയ്യുന്നില്ല. തോന്നണ്ടായത്. അണ്ണ ഇരുന്നോ? ദേഹത്ത് ടച്ച് ചെയ്യലെന്ന് ഞാൻ പറഞ്ഞു. ഷേവ് ചെയ്യണ്ടേ അണ്ണനെ? ഇത് ഷേവ് ചെയ്യുന്ന സമയത്ത് അണ്ണ ഒരു കാര്യം ചെയ്തത്. അണ്ണനെ ഇക്കിളി പോലെ തോന്നുന്നല്ലേ? ഇക്കിളിയാണ്, എനിക്ക് ഇക്കിളിയാണ്. അണ്ണനെ ആരെങ്കിലും വെട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘർഷ രംഗത്ത് നിൽക്കുന്നതായിട്ട് ഓർമ്മിച്ചിരുന്ന ഇത് അതൊക്കെ മറക്കപ്പെടും. അത് ആലോചിച്ചിരുന്നാൽ മതി.
ആലോചിച്ചോ ആ ആ എന്നാ അത് ഇത് ഇങ്ങനെ കിക്കളാവെന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ചെയ്യേ ആ അണ ഉച്ച കിടന്ന് ഉറങ്ങേ ഏ ഉച്ച കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് എടാ ഒത്തിരി അത് നല്ല കാര്യം. ഒരു പാട്ട് പാടി തരട്ടെ ഒരു പാട്ട് പാടുന്ന ഞാൻ ഉറങ്ങി നിനക്ക് പാടാ അറിയാവോടാ ഒന്ന് പാടാ പേടിപ്പിക്കുന്ന പാടൊന്നും പാടല്ലേ ഉറങ്ങുന്ന പാട്ട് പാടിക്കണം. വാവാവം വാവാവം വാവോ ചാച്ചക്കം വാവാവം രാരാരം രാരാരം രാരോ ചാച്ചകം. ചാച്ചകം ചാച്ചക ചാച്ചി 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 എന്റെ പൊന്നോ ഇതിനെയൊക്കെ ഉറക്കാൻ പെടണ പാട് ഇതൊക്കെ എങ്ങനെ ഗുണ്ടായെന്നാണ് ഉറങ്ങി സംഭവം അണ്ണാ നിങ്ങളെ വീട്ടിൽ അവിടെ എന്തിനാണ് പ്രശ്നം? മോരൻ്റെ അവിടെ ആ അത് പറയാതിരിക്കുന്നുണ്ട് അയ്യോ എന്റെ പൊന്നെ അവിടെ അവനും സർള ചേച്ചിയും അവരെ മൂത്ത ചേച്ചിയും കൂടെ ആ. ഭയങ്കര വഴക്കല്ലായിരുന്നു അയ്യോ ബാബോ 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 ചാച്ചിക്കോ 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 ബാബോ എന്റെ പൊന്ന് മുമ്പാലി ഉറങ്ങടിയേ അണ്ടൊരു കുട്ടി അങ്ങനെ അവിടെ വിഷയമായി സംഭവം ഭയങ്കര വിഷയമല്ലായിരുന്നു നിനക്ക് അവിടെ കുളം അറിയത്തില്ല അമ്മാരെ അവിടെ നിന്ന് വരുന്ന ഇല്ല എനിക്ക് മനസ്സിലായില്ല അത്. എടാ സുറുമുന്റെ വീട്ടിന്റെ അതുവഴി കയറി വരത്തില്ല ആ ജംഗ്ഷന്റെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. കേട്ടോ ഇപ്പഴത്തെ കാട് ഈ കാട് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുന്ന പാലം ഉണ്ട് പാലം മനസ്സിലേ ഇവിടെ നിന്ന് ഇടുക്ക് വഴി അങ്ങോട്ട് ഇറങ്ങണം. വഴി ഇറങ്ങണം അവിടെ നിന്ന് ഇനി കയറുന്നതാണ് മനോഹരന്റെ വീട് ഈ മനോഹരന്റെ ഈ പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് മനോഹരന്റെ വീടും ഇപ്പുറത്ത് തുളസിയുടെ വീടും ഇവർ രണ്ടു കൂടെ ഉടക്ക് അവസാനം കലിപ്പായി ഈ തുളസി ഒരു ദിവസം രാത്രി പിടുത്തായിട്ട് വന്നിട്ട് ഇവരിങ്ങനെ വേലി വെച്ചാണ് കിട്ടിയത് യമൻ പിടുത്തായിട്ട് വന്ന വേലിയുടെ ഇങ്ങേറ്റം ആരും അറിയാതെ ഇരുട്ടത്ത് വെട്ടിമാറ്റി അങ്ങനെ കഴിച്ചത്. ഇതിന്റെ ബദലായിട്ട് പിറ്റേ ദിവസം യവന്റെ ചേട്ടൻ അവിടെ വേലി ഒളിച്ചാ മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഒന്ന് ഉറങ്ങിയ സമയത്ത് യവൻ വന്ന അപ്പുറത്തെ വേലി അങ്ങനെ ചെയ്താണ്. പിറ്റേ ദിവസം നോക്കിയപ്പോൾ വയലിൽ കിടന്ന് രണ്ടും കൂടെ കൂട്ടയടിയും ബഹളവും കാര്യങ്ങളും പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ ഒന്നും കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അത്രയുള്ള വിഷയമുള്ളൂ ഏയ് ഒരു അബദ്ധം പറ്റി രാജാന്റെ മതിലൊന്നും എല്ലാം വെട്ടി ചെയ്തോണ്ട് ഭയങ്കര മീശയാണ് വെട്ടി കളഞ്ഞു. എന്തിരിയോടാ ഇനിയിപ്പോ എന്താ ഈ സമാനം പറഞ്ഞു അങ്ങോട്ട് ശീലം ഉറക്കം ഉറക്കം ഇനി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയാണ്. ഇതിനെ സെറ്റോടെ അടുത്ത് അങ്ങ് വിളി കൊണ്ട് വെച്ചാലോ എന്തെങ്കിലും ചെയ്താ എനിക്ക് പേടിയാവുന്നടാ സത്യം എന്തെങ്കിലും ചെയ്യും. എനിക്ക് വയ്യ. ഞാൻ സമാധാനം പറയൂല. അണ്ണോ 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 ഓക്കെ എല്ലാം തീർന്ന് റെഡിയായി സത്യമായി അടിപൊളി 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 പൈസ ഒന്നും വേണ്ട അണ്ണ പോക്കോ ഓക്കെ ഓക്കെ മാറ കണ്ണാടി കൊണ്ട് മാറും. നോക്കട്ടെ കൊള്ളാന്നേ എടാ കണ്ണാടിയിലെ മുമ്പിൽ മാറാം ഞാൻ നോക്കട്ടെ. എന്തിനാ അത് അടിപൊളിയല്ലേ അടിപൊളി സെറ്റപ്പ് അടിപൊളി അടിപൊളി അടിപൊളി. കണ്ണാടി മുമ്പിൽ മാറും ഞാൻ നോക്കട്ടെ. അടിപൊളിയെന്നാ ആരാ അയ്യോ അയ്യോ ആ റമീഷ കളിച്ചോളാം. അണ്ണാ ഞാൻ അണ്ണ ഒന്നുമില്ല അറിയാം റമീഷ കളിച്ചോളാം. പെട്ടെന്ന് സംഭവത്തിൽ എനിക്ക് മീശയില്ലാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അത് വളർന്ന് വരുമല്ലേ അണ്ണാ അത് വളർന്ന് വരുമല്ലേ കാണിച്ചു തരാം അവിടെ. സമാധാനം പറയെങ്കിൽ വടിവാള എടുക്കാൻ പോയി നിങ്ങളെ ഇപ്പൊ കൊല്ലു നോക്കിയോ ചുമ്മാ ആവശ്യമില്ല. നിന്നോളൊക്കെ ദൈവം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് പട്ടിക്കിട്ടോളാ. എന്റെ വീശ അയ്യോ എന്റെ വീശ ചിരിയും എന്ത് ചെയ്യുമെന്ന് റെഡിയാക്കി എന്റെ കേസ് നടക്കുന്നില്ല പോയിട്ട് അവനെ തിരക്കൊക്കെ മാറിയോ? ഇവിടെ ഇതുവരെ പോയില്ലേ? അല്ല അതുകൊണ്ട് അത് വെറുതെ ഇല്ല. ഉഗ്ര കടയാണല്ലോ. ആ ഉഗ്ര ചൈനയിലൊക്കെ പോയിട്ട് വന്നേരം സെറ്റപ്പ് ഒക്കെ ആക്കി. ചൈനയിലൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ 19 ദിവസം വരുമായിരിക്കും. ഞാൻ കുറച്ചാൽ ദുബായിലായിരുന്നു. അത് ശരി. അറബി രണ്ടറിഞ്ഞു അവിടെ നാട്ടിൽ വന്നു കല്യാണമൊക്കെ കഴിച്ചു. അതെ വെൽ സെറ്റിൽഡ് ആയി. അല്ല അതൊക്കെ ഇപ്പൊ എന്നോട് എന്തിനാ പറയുന്നത്? വേറൊന്നുമില്ല ജീവിക്കാൻ വേറെ വഴിയില്ല. ഞാൻ ഇവിടെ നാളെ തൊട്ട് ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കാനായിട്ട്. എടാ എടാ പോടാ ഇറങ്ങി പോടാ. ഇവിടെ ഓരോരുത്തരെ പറഞ്ഞു ഇവിടെ കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങി പോ ഓടി തള്ളു. നാട്ടിൽ കട മാത്രമല്ല വേറെ കട ഉണ്ടല്ലോ. ആ വേറെ കട പോ
ഇതൊക്കെ എന്താണ് ഇങ്ങനെ? എനിക്കറിയാം വയ്യ നിങ്ങൾ എനിക്കറിയാം, നീ അല്ലേ ഫസ്റ്റ് വന്ന് കയറിയത്. പിന്നെ അങ്ങനെ നടന്നില്ലെങ്കിലും ഉള്ള അത്ഭുതം. വരണം കയറി എറണം വേണം, എറണം. അണ്ണാ നീ ചെല്ലണം. എനിക്കും അങ്ങനെ നടി മേടിച്ച് കേട്ടാ അണ്ണാ ഞാൻ അതെ, ഈ മുറിച്ച് കളഞ്ഞ മീശയുടെ ബാക്കി ഇവിടെ കിടപ്പുണ്ട്, എനിക്കൊന്ന് ഒട്ടിച്ചെടുക്കാനാ. നീയൊക്കെയാണോ ഒരു ഗുണ്ടയെ പറയിപ്പിക്കാൻ വേണ്ടി. Make some noise for the Desi Boys.